ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കോളറ, അതുപോലെ സാഹിത്യ അക്കാദമി അവാർഡ്സ്, ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം, നാഷണൽ സ്പോർട്സ് അവാർഡ്സ്, GST അപ്പലേറ്റ് ട്രിബ്യൂണൽ, ഇന്ത്യ USA റിലേഷൻസ്, PM ജൻമൻ സ്കീം, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഈജിപ്ത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോളറയെ കുറിച്ചാണ്. ഈ കോളറ ഡിസീസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, കോളറ ഡിസീസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഇൻഡസ്റ്റൈനിന് വരുന്ന ഇൻഫെക്ഷൻ കാരണം സംഭവിക്കുന്ന ഒരു ഡയറിയൽ ഇൽനെസ് ആണ് കോളറ എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു വാട്ടർ ബോൺ ഡിസീസ് ആണ്. അതായത് വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള എലമെന്റ്സിൽ നിന്നുമാണ് ആളുകൾക്ക് ഈ അസുഖം വരുന്നത്. അപ്പോൾ ഇത് പ്രൈമറിലി ഈ പറയുന്ന കോളറ ഡിസീസിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ബാക്ടീരിയ ആയിട്ടുള്ളൊരു വൈബ്രിയോ കോളറിയ സ്ട്രൈൻസ് എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട്, അല്ലെങ്കിൽ വൈബ്രിയോ കോളറിയ എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ കാരണമാണ് പ്രധാനമായിട്ടും ഈ ഡിസീസ് വരുന്നത്. ഈ ബാക്ടീരിയ മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് കടക്കുന്നത് മിക്കവാറും വാട്ടറിലൂടെയാണ്. അപ്പോൾ ഇത് നോർമലി ആളുകളുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഒന്നുകിൽ ഇത്തരത്തിലുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും ഈ കോളറ ആളുകൾക്ക് വരുന്നത്. ഈ കോളറയുടെ സ്പ്രെഡ് വളരെയധികം കൂടാനുള്ള കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇൻഹൈജീനിക് ആയിട്ടുള്ള ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഇൻഅഡക്വേറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് സ്യൂവേജ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടറും ഇതിനുള്ള ഒരു കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം കോളറ സ്പ്രെഡ് അല്ലെങ്കിൽ കോളറ ഏറ്റവും അധികം വരുന്നത് കാണാൻ സാധിക്കുക ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ്. ഓക്കെ, ഇനി ഈ കോളറനെ കേർബ് ചെയ്യാവുന്നതിന് വേണ്ടിയിട്ട് WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചില പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 2017 ഈ ലോകത്ത് നടക്കുന്ന കോളറ ഇൻസിഡൻസ് അല്ലെങ്കിൽ കോളറയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മരണങ്ങൾ 90% 2030 കൂടി കുറക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു 90% റിഡക്ഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗോളായിട്ട് WHO ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഗ്ലോബൽ ടാസ്ക് ഫോഴ്സ് ഫോർ കോളറ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടാസ്ക് ഫോഴ്സിനെയും ഈ WHO, ഈ പറയുന്ന WHO-യുടെ കോളറ ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്ലോബൽ ടാസ്ക് ഫോഴ്സ് ഫോർ കോളറ കൺട്രോളും WHO എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമി അവാർഡ്സ് ആണ്. ഈ സാഹിത്യ അക്കാദമി അവാർഡ്സ് എന്ന് പറയുന്നത് 1954 തൊട്ട് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ലെവലിലുള്ള ഒരു ലിറ്റററി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സാഹിത്യ അക്കാദമി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആനുവൽ അവാർഡാണ് സാഹിത്യ അക്കാദമി അവാർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ഒരു ലിറ്റററി അവാർഡുകളിൽ ഒന്നാണ്, സെക്കൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ് സാഹിത്യ അക്കാദമി അവാർഡ്സ് എന്ന് പറയുന്നത്. 1954 ഗവൺമെന്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹിത്യ അക്കാദമി അവാർഡുകൾ കൊടുക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുള്ള 22 ലാംഗ്വേജുകൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, രാജസ്ഥാനി എന്നീ ലാംഗ്വേജുകളിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ബുക്സ് ഓഫ് ലിറ്റററി മെറിറ്റിനാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ബുക്സ് ഓഫ് ലിറ്റററി മെറിറ്റ് ഈ പറയുന്ന 24 ലാംഗ്വേജിൽ പെടുന്ന ബുക്സിനാണ് ഈ സാഹിത്യ അക്കാദമി അവാർഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സാഹിത്യ അക്കാദമി അവാർഡിന്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ഒന്ന് ഈ ഭാഷയുടെ ക്രൈറ്റീരിയ ഉണ്ട്, രണ്ടാമതായിട്ട് ഇത് എഴുതിയിട്ടുള്ള ഓതർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇന്ത്യയിൽ ജ്ഞാനപീഠ അവാർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡാണ് ഈ സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുന്നത്. ഇനി ഈ സാഹിത്യ അക്കാദമിയെ കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് ആണ് ഈ സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത്. ബേസിക്കലി ഇന്ത്യയിലെ ഡിഫറെന്റ് ലാംഗ്വേജസിനകത്തുള്ള ലിറ്ററേച്ചറിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1954 മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ കീഴിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയിലെ മന്ദി ഹൗസിന്റെ അടുത്തുള്ള രബീന്ദ്ര ഭവൻ ആണ് ഈ സാഹിത്യ അക്കാദമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ടോപ്പിക് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമാണ്. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്ന് പറയുന്നത് ഇന്ത്യയിലെ RBI 2004 ആരംഭിച്ചിട്ടുള്ള ഒരു സ്കീമാണ്. ബേസിക്കലി ഇന്ത്യയിൽ 1999 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അല്ലെങ്കിൽ ഫെമ ആക്ട് ഉണ്ട്. അപ്പോൾ ഈ ഫെമ ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഔട്ട്വേർഡ് റെമിറ്റൻസിന്, അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ പണം അയക്കുന്നതിന്, എസ്പെഷ്യലി ഫോറിൻ കറൻസിയിൽ അയക്കുന്നതിന് വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻസ് ഈസ് ചെയ്തുകൊണ്ട്, അത് കുറച്ചും കൂടി ഡീറെഗുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ലിബറലൈസ് ചെയ്തുകൊണ്ട് RBI ആരംഭിച്ച ഒരു സ്കീമാണ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്ന് പറയുന്നത്. 2004 RBI ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്.
അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ റെസിഡന്റ് ഇൻഡിവിജ്വൽസിനും, അതായത് ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകൾക്ക്, അതായത് ഇൻക്ലൂഡിങ് പ്രായപൂർത്തിയാവാത്ത ആളുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ കുട്ടികൾ ഉൾപ്പെടെ ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് $25,000 വരെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ പറ്റും. സോ ഈ ഒരു സ്കീം അനുസരിച്ച് ഇന്ത്യയിലെ റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് ഇൻക്ലൂഡിങ് മൈനേഴ്സ്, അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ള റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് ഒരു സാമ്പത്തിക വർഷം $2,50,000 വരെ വിദേശ രാജ്യങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് റെമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന റെമിറ്റൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആവാം, അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ എന്തെങ്കിലും ആവാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെമിറ്റൻസ് അലൗഡ് ആയിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ട് ഈ സ്കീമിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അതിന് ചില എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ റെമിറ്റൻസ്, ഈ പറയുന്ന ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നതിന് വേണ്ടിയിട്ട്, നേപ്പാളും ഭൂട്ടാനും ഒഴികെയുള്ള മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പണം അയക്കാം. ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ഇത് ചെയ്യാം. ഇമിഗ്രേഷന്റെ കേസിൽ ചെയ്യാം. അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് ജീവിക്കുന്ന ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മെയിൻ്റനൻസിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ചെലവിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പണം അയക്കാം. അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് നടത്താൻ പോകുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പണം അയക്കാം. ഓക്കെ, അതുപോലെ തന്നെ സോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളുടെ പേരിൽ, ഈ സ്കീമിനകത്ത് കവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പേരിലാണ് ഈ പറയുന്ന പണം അയക്കാൻ പറ്റുക. സോ ഇതാണ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നാഷണൽ സ്പോർട്സ് അവാർഡ്സ് ആണ്. സോ ഇന്ത്യയിലെ നാഷണൽ സ്പോർട്സ് അവാർഡ്സ് എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മുടെ ഇന്ത്യയിൽ ഔട്ട്സ്റ്റാൻഡിങ് സ്പോർട്സ് പേഴ്സൺസിന് അല്ലെങ്കിൽ കോച്ചസിനൊക്കെ കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ നാഷണൽ സ്പോർട്സ് അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നാഷണൽ സ്പോർട്സ് അവാർഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ്, ഇന്ത്യയിലെ ഹയസ്റ്റ് സ്പോർട്സ് അവാർഡാണ് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് പറയുന്നത്. ഇത് 1990കളുടെ തുടക്കത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഒരു അവാർഡാണ്. ഇത് 2021 വരെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് എന്നുള്ളതായിരുന്നു. പക്ഷേ 2021 ഇതിന്റെ പേര് മാറ്റിയിട്ട് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ അവാർഡ് കിട്ടാനുള്ള അല്ലെങ്കിൽ ഈ അവാർഡ് കൊടുക്കാനുള്ള ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്, കഴിഞ്ഞ 4 വർഷത്തിൽ, പ്രീവിയസ് 4 ഇയേഴ്സിനകത്ത് ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇവന്റിനകത്ത് ഒരു സ്പോർട്സ് പേഴ്സൺ നടത്തിയിട്ടുള്ള സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ആൻഡ് മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡാണ് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഹയസ്റ്റ് സ്പോർട്സ് അവാർഡാണ് ഈ ഖേൽ രത്ന അവാർഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് അർജുന അവാർഡാണ്. അർജുന അവാർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷത്തിൽ, ഓക്കെ, ഏറ്റവും അവസാനത്തെ 4 വർഷത്തിൽ ഒരു സ്പോർട്സ് പേഴ്സൺ നടത്തിയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ എ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, അതുപോലെ തന്നെ ഷോവിങ് ക്വാളിറ്റീസ് ഓഫ് ലീഡർഷിപ്പ്, സ്പോർട്സ്മാൻഷിപ്പ് ആൻഡ് സെൻസ് ഓഫ് ഡിസിപ്ലിൻ, ഈ കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതാണ് അർജുന അവാർഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ദ്രോണാചാര്യ അവാർഡാണ്. ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സ്പോർട്സ് കോച്ചസിന് കൊടുക്കുന്ന അല്ലെങ്കിൽ പരിശീലകർക്ക് കൊടുക്കുന്ന അവാർഡാണ്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് കോച്ചസിനെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കൊടുക്കുന്ന അവാർഡാണിത്. സോ അപ്പോൾ ഇവരുടെയും മെറിറ്റോറിയസ് വർക്ക് എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട്, ഓക്കെ, പ്രധാനമായിട്ടും ഇന്റർനാഷണൽ ഇവന്റ്സിലൊക്കെ ഉള്ള ഇവരുടെ വർക്കിനെ, കൺസിസ്റ്റന്റ് ബേസിസിലുള്ള ഇവരുടെ വർക്കിനെ, എസ്പെഷ്യലി ഇന്റർനാഷണൽ ഇവന്റ്സിലൊക്കെ ഉള്ള ഇവരുടെ വർക്കിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ഇനി അടുത്തത് ധ്യാൻ ചന്ദ് അവാർഡാണ്. ധ്യാൻ ചന്ദ് അവാർഡ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ്. ഒരു പെർട്ടിക്കുലർ സ്പോർട്സിലോ അല്ലെങ്കിൽ ഗെയിംസിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റിന് കൊടുക്കുന്ന അവാർഡാണ്. അപ്പോൾ ഒരാൾ അയാളുടെ ജീവിതകാലത്തിൽ മൊത്തമായിട്ട് ആ സ്പോർട്സിന് കൊടുത്തിട്ടുള്ള പെർഫോമൻസ്, അതുപോലെ തന്നെ അവരുടെ റിട്ടയർമെന്റിന് ശേഷം, ഈവൻ ആഫ്റ്റർ ദെയർ റിട്ടയർമെന്റിന് ശേഷം ആ പെർട്ടിക്കുലർ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന അവാർഡാണ് ധ്യാൻ ചന്ദ് അവാർഡ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് കൂടാതെ മറ്റൊരു അവാർഡ് എന്ന് പറയുന്നത്, ഓക്കെ, ഇത് കൂടാതെ മറ്റു ഒരു അവാർഡ് എന്ന് പറയുന്നത് മൗലാന അബുൽ കലാം ആസാദ് ട്രോഫിയാണ്. ഇത് യൂണിവേഴ്സിറ്റീസ് ടീംസിന് കൊടുക്കുന്നൊരു അവാർഡാണ്. അതായത് ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റുകളിൽ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്ന അവാർഡാണ് മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിനുള്ള അപ്ലിക്കേഷന്റെ കേസിൽ ഇത് ഓൺലൈനായിട്ട് ഇതിനൊരു ഡെഡിക്കേറ്റഡ് ഓൺലൈൻ പോർട്ടൽ ഉണ്ട്. ആ ഓൺലൈൻ പോർട്ടൽ വഴി സ്പോർട്സ് പേഴ്സൺസിനോ അല്ലെങ്കിൽ കോച്ചസിനോ എൻറ്റിറ്റീസിനൊക്കെ എന്ത് ചെയ്യാം, ഇതിനു വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ്, ഒരു സെൽഫ് ആപ്ലിക്കേഷനാണ്, സ്വയം ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് GST അപ്പലേറ്റ് ട്രിബ്യൂണൽ ആണ്. സോ GST അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ
ഈ GST നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള സെൻട്രൽ GST ആക്ട് ഉണ്ട്. ആ സെൻട്രൽ GST ആക്ടിനകത്തുള്ള ഒരു പ്രൊവിഷനാണ് ഈ GST അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അതായത് GST ആയിട്ട് ബന്ധപ്പെട്ട് സെൻട്രലും സ്റ്റേറ്റും അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിലൊക്കെ വരുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പലേറ്റ് ട്രിബ്യൂണലാണ്. അതായത് നെഗോസിയേഷൻസിലൂടെ GST കൗൺസിലിനകത്തുള്ള മെക്കാനിസത്തിലൂടെ ഇത് പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെതിരായിട്ട് അപ്പീൽ പോകാൻ പറ്റുന്ന ഒരു ട്രിബ്യൂണലാണ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. പക്ഷേ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ചില പ്രൊവിഷൻസ് വെച്ചുകൊണ്ട് നമ്മുടെ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ടിനകത്ത് ഒരു അമെൻമെന്റ് ഇപ്പോൾ റീസെന്റ് പാർലമെന്റ് ഇപ്പോൾ ഈ വിന്റർ സെഷനിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതാണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സെക്കൻഡ് അമെൻമെന്റ് ബിൽ 2023 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ GST അപ്പലേറ്റ് ട്രിബ്യൂണലിനെ കുറിച്ച് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നിയമം അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിന് ഇത്തരത്തിൽ ഈ GST കൗൺസിലിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു GST അപ്പലേറ്റ് ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ GST അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അതിലെ മെമ്പേഴ്സ് ഒരു പ്രസിഡന്റും ഒരു ജുഡീഷ്യൽ മെമ്പറും അതുപോലെ തന്നെ 2 ടെക്നിക്കൽ മെമ്പേഴ്സും അടങ്ങുന്നതാണ് ഇതിലെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി 4 മെമ്പേഴ്സ് ആണ്, അതായത് ചെയർമാൻ ഉൾപ്പെടെ പ്രസിഡന്റ് ഉൾപ്പെടെ 4 മെമ്പേഴ്സ് ഉണ്ടാകും. ഒരു പ്രസിഡന്റ്, ഒരു ജുഡീഷ്യൽ മെമ്പർ, അതുപോലെ തന്നെ 2 ടെക്നിക്കൽ മെമ്പേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ജുഡീഷ്യൽ മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കുക, അതല്ലെങ്കിൽ 10 വർഷമെങ്കിലും ഒരു ഡിസ്ട്രിക്ട് ജഡ്ജോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജോ ആയിട്ടിരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അതും അല്ലെങ്കിൽ 10 വർഷമെങ്കിലും ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. ഇങ്ങനെയുള്ള ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നാണ് ജുഡീഷ്യൽ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവർക്ക് ഈ ഇൻഡയറക്റ്റ് ടാക്സേഷനകത്ത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നും പറയുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഈ GST അപ്പലേറ്റ് ട്രിബ്യൂണലിനകത്ത് ഒരു മെമ്പറായിട്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 50 വയസ്സാണ്. അതായത് മിനിമം 50 വയസ്സെങ്കിലും ഉള്ളവരെ മാത്രമേ ഇതിൽ മെമ്പറായിട്ടോ പ്രസിഡന്റ് ആയിട്ടോ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഇവരുടെ ടേന്യൂർ അല്ലെങ്കിൽ ഇവരുടെ അപ്പർ ഏജ് ലിമിറ്റ് നേരത്തെ ഒറിജിനലി സെൻട്രൽ GST ആക്ടിനകത്ത് പ്രസിഡന്റിന്റെ അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ് ടു 67 ഇയേഴ്സ് വരെയാണ്. പക്ഷെ അത് ഈ അമെൻമെന്റിലൂടെ 70 വയസ്സായിട്ട് ഉയർത്തിയിട്ടുണ്ട്. മെമ്പേഴ്സിന്റെ കേസിൽ അത് 65 വയസ്സാണ് ഒറിജിനലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 67 വയസ്സായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില മാറ്റങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് ഇന്ത്യ-US റിലേഷൻഷിപ്പാണ്. സോ ഇന്ത്യ-US റിലേഷൻഷിപ്പിന്റെ കേസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ സിഖ് ഫോർ ജസ്റ്റിസിന്റെ നേതാവിനെ വധിക്കാൻ ശ്രമിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ-US റിലേഷൻഷിപ്പിനകത്ത് കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോണ്ടെക്സ്റ്റാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇന്ത്യ-US റിലേഷൻഷിപ്പിനെ കുറിച്ച് മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബേസിക്കലി ഇത് പറയുന്ന സമയത്ത് ഇന്ത്യയും US തമ്മിലുള്ളത് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പാണ്. അതായത് നമുക്ക് എല്ലാ സെക്ടേഴ്സിലും വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യ-US റിലേഷൻഷിപ്പ് ഇങ്ങനെ സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നത് എസ്പെഷ്യലി ഒരു 91 എക്കണോമിക് റിഫോംസിന് ശേഷമാണ്, എസ്പെഷ്യലി പിന്നീട് ഈ വാർ ഓൺ ടെറർ ഒക്കെ ആരംഭിച്ചതിന് ശേഷമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യ-US റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് സ്ഫിയറിനകത്ത് ഈ 2022-23 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ 2022-23 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത് US ആണ്. ഇന്ത്യ-US ട്രേഡ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഫിഗേഴ്സ് അനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ $128.55 ബില്യൺ ട്രേഡാണ് ഇന്ത്യക്കും US-ന്റെ ഇടയിൽ നടന്നിട്ടുള്ളത്. സോ ഈ ട്രേഡിനകത്ത് ഇന്ത്യക്ക് ഒരു ട്രേഡ് സർപ്ലസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് US-ൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇന്ത്യ-US സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിന്റെ മറ്റൊരു എലമെന്റ് ആണ് ഈ 2 രാജ്യങ്ങളും ക്വാഡ് അല്ലെങ്കിൽ ക്വാഡിലാറ്ററൽ ഡയലോഗ് എന്ന് പറയുന്ന ക്വാഡിന്റെ ഭാഗമാണ്. ക്വാഡിനകത്ത് 4 രാജ്യങ്ങളാണുള്ളത്: ഇന്ത്യ, US, അതുപോലെ ജപ്പാൻ, ഓസ്ട്രേലിയ. ഓക്കെ, സോ നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഇൻഡോ പസഫിക് ഒക്കെയാണ് ഈ ക്വാഡിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നതെങ്കിലും ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ക്വാഡ് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ചൈനയെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഇന്ത്യനെയും US-നെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചൈനയുടെ ഗ്രോത്തിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത് ഇന്ത്യക്കും US-നും ഒരുപോലെ ആവശ്യമാണ്. ഇനി അതുപോലെ തന്നെ ഒരു വെസ്റ്റ് ഏഷ്യൻ ക്വാഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ഈ ക്വാഡിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ആണ് I2U2. I2U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, ഇസ്രായേൽ, അതുപോലെ USA, UAE. ഓക്കെ, ഈ 4 രാജ്യങ്ങളുടെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡയലോഗ് പ്ലാറ്റ്ഫോം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് I2U2 എന്ന് പറയുന്നത്. ഈ I2U2 നിലവിൽ വരുന്നത് ഈ ഇസ്രായേലും മിഡിൽ ഈസ്റ്റിലുള്ള ചില അറബ് കൺട്രീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് US മീഡിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പീസ് ഡീൽ ആയിരുന്നു എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമായിട്ട് ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നോർമലൈസ് ചെയ്തിട്ടുള്ള ചില അറബ് രാജ്യങ്ങളിൽ ഒന്നാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ UAE-നെയും ഇസ്രായേലിനെയും അതുപോലെ തന്നെ ഇന്ത്യയും US-ഉം കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ I2U2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ US-ഉമായിട്ട്
ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിം വർക്ക് ഫോർ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ IPEF എന്ന് പറയുന്ന US-ന്റെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനുള്ള ഒരു കൗണ്ടർ ആയിട്ട് അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഇൻഫ്ലുവൻസിനെ കണ്ടെയ്ൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് US പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാരലൽ ആയിട്ടുള്ള ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ആണ് ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിം വർക്ക് ഫോർ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ G20 സമ്മിറ്റിന്റെ സമയത്ത് ഒരു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തും ഇന്ത്യ ഒരു മെമ്പർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഇന്ത്യയും US-ന്റെ ഇടയിലുള്ള സെക്യൂരിറ്റി റിലേഷൻസിനകത്ത് ഈ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്കിടയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചില മിലിറ്ററി എക്സസൈസസ് ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു നേവൽ എക്സസൈസ് ആണ് ഈ മലബാർ എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് ഇനീഷ്യലി ഇന്ത്യയും US-ഉം ആയിരുന്നു. ഇതാണ് പിന്നീട് ഡെവലപ്പായിട്ട് ക്വാഡായിട്ട് മാറുന്നത്. കാരണം ഈ മലബാർ എക്സസൈസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നീട് ജപ്പാനും ഓസ്ട്രേലിയയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മലബാർ എക്സസൈസ് ഒരു 90-കൾ തൊട്ട് നടക്കുന്ന ഒരു നേവൽ എക്സസൈസ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ യുദ്ധാഭ്യാസ്, റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് US നടത്തുന്ന ഒരു എയർഫോഴ്സിന്റെ ജോയിന്റ് എക്സസൈസ് ആണ്. അതൊരു മൾട്ടിലാറ്ററൽ എയർ എക്സസൈസ് ആണ്. അത് ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു എയർ എക്സസൈസ് ആണ്. അതിനകത്ത് ഇന്ത്യയും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ US നടത്തുന്ന മറ്റൊരു മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള, അതായത് 40ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു നേവൽ എക്സസൈസ് ആണ് റിംപാക്ക് എന്ന് പറയുന്നത്, റിം ഓഫ് പസഫിക് എന്ന് പറയും. അപ്പോൾ അതിനകത്തും ഇന്ത്യ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും US നടത്തുന്ന മറ്റൊരു മിലിറ്ററി എക്സസൈസ് ആണ് വജ്രപ്രഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ ഇന്ത്യ US റിലേഷൻസിനകത്തുള്ള പ്രധാനപ്പെട്ട ചാലഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്ന് പറയുന്നത്, ഒന്ന് US-ന്റെ ഒരു ആർച്ച് റൈവലായിട്ടുള്ള റഷ്യയുമായിട്ട് ഇന്ത്യക്ക് വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഇന്ത്യയുടെ തന്നെ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒക്കെ പറയുന്ന വാക്കുകൾ കാണാനെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഓൾ വെതർ ഫ്രണ്ട് ആണ് റഷ്യ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കലി റഷ്യയുമായിട്ട് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടം തൊട്ടേ ഇന്ത്യക്കുണ്ട്. പക്ഷേ റഷ്യയും US എന്ന് പറയുന്നത് പല കാര്യങ്ങളും, ഇപ്പോൾ യുക്രൈൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും യൂറോപ്പിന്റെ ജിയോ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ ഓപ്പോസിങ് സൈഡിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ അതേപോലെ തന്നെ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത് റഷ്യക്കെതിരായിട്ട് US-ഉം US-ന്റെ വെസ്റ്റേൺ അലയൻസും വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും അധികം പെട്രോളിയം വാങ്ങിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഓയിൽ സപ്ലയർ എന്ന് പറയുന്നത് റഷ്യയാണ്. അതുപോലെ തന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 പോലുള്ള ആയുധങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിലൊക്കെ US-ന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യ US റിലേഷൻഷിപ്പിനകത്തുള്ള ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ചില US-ന്റെ മറ്റു ചില അഡ്വേഴ്സറീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷനും US-ന് ഒരു പ്രശ്നമാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇന്റേണൽ അഫയേഴ്സിനകത്ത് US തലയിടുന്നു എന്നുള്ളത് ഇന്ത്യക്കുള്ള ഒരു കംപ്ലൈന്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സംഘടനകളിലൊന്നാണ് സിഖ് ഫോർ ജസ്റ്റിസ്. അപ്പോൾ അതിന്റെ നേതാക്കളൊക്കെ അല്ലെങ്കിൽ ആ സംഘടന US-ൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിന്റെ നേതാക്കൾ US-ലുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റിനെ US അണ്ടർമൈൻ ചെയ്യുന്നതാണെന്നുള്ള പരാതിയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് അഗേൻസ്റ്റ് ആയിട്ടും ദളിറ്റ്സിന് അഗേൻസ്റ്റ് ആയിട്ടൊക്കെ ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ US-ന്റെ ഈ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ട് 2023, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് റിപ്പോർട്ട് ഓൺ ഇന്ത്യ 2021 എന്നൊക്കെ പോലത്തെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടുകളിൽ പരാമർശിക്കാറുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ സോവറൈനിറ്റിയുടെ വയലേഷനാണ്, ഇന്ത്യയുടെ ഇന്റേണൽ അഫയേഴ്സിനകത്ത് US ഇടപെടുന്നതാണെന്നുള്ള പരാതി ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ US അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രീമച്യൂർ ആയിട്ട് വിഡ്രോ ചെയ്തത് അഫ്ഗാനിസ്ഥാനിലുള്ള ഇന്ത്യയുടെ ഇൻഫ്ലുവൻസിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനകത്ത് ഒരു 2001 തൊട്ട് ഏകദേശം ഒരു $3 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ജെപ്പഡൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലായിട്ടുള്ള ഒരവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ആർച്ച് റൈവലായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് US മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്ലോസ് സെക്യൂരിറ്റി റിലേഷൻഷിപ്പ്, ഇപ്പോൾ പാകിസ്ഥാന് വെപ്പൺസ് വിൽക്കുന്നു, പാകിസ്ഥാനെ പലപ്പോഴും ഇന്റർനാഷണൽ ഫോറംസിൽ സപ്പോർട്ട് ചെയ്യുന്നു, ഇത് ഇന്ത്യക്കൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ആരംഭിച്ചിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് എക്കണോമിക് പോളിസീസ് ഉണ്ട്. അത് WTO-യിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതും ഇന്ത്യക്ക് ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് PM ജൻമൻ സ്കീമാണ്. സോ ഈ PM ജൻമൻ സ്കീം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിലെ വിഭാഗങ്ങളിൽ ഒന്നാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ PVTGs എന്ന് പറയുന്നത്. അപ്പോൾ ഈ PVTGസിനെ നമ്മുടെ മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻമൻ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കീമിനകത്ത് ചില സെൻട്രൽ സെക്ടർ എലമെന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്കീമുകളും ഉണ്ട്. അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ്, സ്റ്റേറ്റ് ഗവൺമെന്റുകളുമായിട്ടും ഈ പറയുന്ന പെർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സുമായിട്ടും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിക്കകത്ത്
ഇവർക്ക് ഈ PVTGസിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഹൗസിംഗ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, കണക്ടിവിറ്റി, അതുപോലെ തന്നെ ലിവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരെ കോംപ്രഹെൻസീവ്ലി ഇവരെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഈ പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ഒറിജിനലി ഇന്ത്യയിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നുള്ള പേരിലാണ്. പിന്നീട് 1975 ഈ ദേബാർ കമ്മീഷന്റെ ഒക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ പേര് ഈ പറയുന്ന പെർട്ടിക്കുലർലി ഈ പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ്സിനകത്ത് 52 ഗ്രൂപ്പുകൾ ആഡ് ചെയ്യുന്നത് 2000ത്തിന്റെ തുടക്കത്തിൽ പിന്നീട് ഈ ഗ്രൂപ്പുകളുടെ എണ്ണം 75 ഉയർത്തുന്നുണ്ട്. ഇപ്പൊ നിലവിൽ 75 ട്രൈബൽ ഗ്രൂപ്പ്സ് ഈ പറയുന്ന പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ്സിനെ പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നുള്ള പേര് മാറ്റിയിട്ട് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നായിട്ട് പിന്നീട് റീഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അറിഞ്ഞിരിക്കുക. ഇനി ഒരു ആദിവാസി വിഭാഗത്തിന് ഇത്തരത്തിൽ ഒരു പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് അവരുടെ പ്രീ അഗ്രികൾച്ചറൽ ലെവൽ ടെക്നോളജി, അതുപോലെ തന്നെ ലോ ലെവൽ ഓഫ് ലിറ്ററസി, മറ്റുള്ള സറൗണ്ടിങ് ടെറിട്ടറീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ എക്കണോമിക് ബാക്ക്വേർഡ്നെസ്, അതുപോലെ തന്നെ അവരുടെ പോപ്പുലേഷൻ ഒന്നുകിൽ സ്റ്റാഗ്നന്റോ അല്ലെങ്കിൽ ഡിക്ലൈനിങ്ങോ ആയിരിക്കും. ഓക്കെ, ഈ 4 ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ PVTG ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ചില അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഇവരുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഇത് ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഹൗസിംഗ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, കണക്ടിവിറ്റി, ലിവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഈ PVTGസിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിങ് അവർക്ക് വേണ്ടിയിട്ടുള്ള സേഫ് ഹൗസിംഗ്, ഈ സേഫ് ഹൗസിങ്ങിനകത്താണ് PM ആവാസ് സ്കീം എന്ന് പറയുന്ന സ്കീമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ആക്സസ് ടു ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്നതോടെ സ്വാഭാവികമായിട്ട് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ എൻഹാൻസ്മെന്റ്, എഡ്യൂക്കേഷണൽ എംപവർമെന്റ്, ലിവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ക്ലീൻ എനർജി ആക്സസ്, അതുപോലെ തന്നെ റെക്കഗ്നിഷൻ ആൻഡ് ഇൻക്ലൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഇനി ഇതിന്റെ ചാലഞ്ചസ് ആയിട്ട്, അതായത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ വരുന്ന ചാലഞ്ചസ് ആയിട്ട് പറയുന്നത്, ഒന്ന് ഈ PVTGസിനെ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇന്ത്യയിൽ ഉടനീളം ഒരേപോലെയല്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ഉള്ളത് ഒഡീഷ സ്റ്റേറ്റിലാണ്. അപ്പോൾ ആ സ്റ്റേറ്റിനകത്ത് പോലും ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിന്റെ നീഡ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നീഡ്സും വളരെ വേരിയേഷൻസ് ഉള്ള നീഡ്സും ആണ് ഇവർക്കുള്ളത്. അപ്പോൾ ഒരു വൺ ഫിറ്റ് ഫോർ ഓൾ എന്ന് പറയുന്ന സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആവില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവർ ഫേസ് ചെയ്യുന്ന സാമൂഹികവും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഫേസ് ചെയ്യുന്ന സ്റ്റിഗ്മ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ ഇവരുടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇല്ലാത്തത്, ഇവരെ കുറിച്ചിട്ടുള്ള കണക്കുകൾ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സെൻസസ് ഡാറ്റയാണ്. അപ്പോൾ അതിന്റെ ബേസിസിൽ എങ്ങനെ ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ഇതിനകത്ത് ഇത്രയധികം സെക്ഷൻസ് വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയധികം ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൗസിംഗ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ട്, എനർജി ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, എഡ്യൂക്കേഷൻ, ഇത്രയധികം ഡിഫറെന്റ് ഏരിയാസ് കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനകത്തുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കോർഡിനേഷനും കൺവേർജൻസും ഉറപ്പുവരുത്താൻ പറ്റിയാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അത് അത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ അത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, ഈ ഒരു കോർഡിനേഷൻ എങ്ങനെ ഉറപ്പുവരുത്തുന്നുള്ളതും ഒരു ചാലഞ്ച് ആയിട്ട് പറയാം. ഇനി ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസ് ഇൻ ന്യൂസ് ആണ്. അത് ഈജിപ്ത് ആണ്. സോ ഈജിപ്ത് എന്ന് പറയുന്നത് ലോകത്തിലെ വൺ ഓഫ് ദി ട്രാൻസ് കോണ്ടിനെന്റൽ കൺട്രീസിലൊന്നാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. ട്രാൻസ് കോണ്ടിനെന്റൽ എന്ന് പറയുന്നത് ഒന്നിലധികം വൻകരകളിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളെയാണ് ട്രാൻസ് കോണ്ടിനെന്റൽ കൺട്രീസ് എന്ന് പറയാം. ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവരുടെ ഒരു 90% ഏരിയയും ഈ നോർത്ത് ഈസ്റ്റേൺ ആഫ്രിക്കയിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ഈ ഈജിപ്തിന്റെ ഒരു ചെറിയൊരു പോർഷൻ, ഒരു സ്പേസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടഡ് ഏരിയയാണ് സിനായ് പെനിൻസുല എന്ന് പറയുന്നത്. ഈ സിനായ് പെനിൻസുല ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഏഷ്യയിലാണ്. അപ്പോൾ നമ്മുടെ സൗത്ത് വെസ്റ്റേൺ ഏഷ്യയിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ആഫ്രിക്കയിലുമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ് കോണ്ടിനെന്റൽ കൺട്രിയാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈജിപ്ത് ഏത് ഏരിയയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഏഷ്യയിലും ആഫ്രിക്കയിലും ഉണ്ടെന്ന് പറയാം, നോർത്ത് ഈസ്റ്റേൺ ആഫ്രിക്ക ആണെന്ന് പറയാം, അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റേൺ ഏഷ്യയിൽ ഉണ്ടെന്ന് പറയാം, മിഡിൽ ഈസ്റ്റിന്റെയും ഭാഗമാണ്, അതുപോലെ തന്നെ അറബ് വേൾഡിന്റെയും ഭാഗമാണെന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ സിനായ് പെനിൻസുലയാണ് ഏഷ്യയുടെ ഭാഗമായിട്ട് കിടക്കുന്ന ഈജിപ്തിന്റെ പോർഷൻ എന്ന് പറയുന്നത്. ഇനി ഈജിപ്തിന്റെ അതിർത്തി മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്തിന്റെ നോർത്തേൺ സൈഡിലായിട്ട് കിടക്കുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. അതുപോലെ തന്നെ ഇവരുടെ
നോർത്ത് ഈസ്റ്റ് ആയിട്ട് കിടക്കുന്നത് പാലസ്തീൻ്റെ ഭാഗമായിട്ടുള്ള ഗാസയും അതുപോലെ തന്നെ ഇസ്രായേലുമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാട്ടർ ബോഡീസിലൊന്നായിട്ടുള്ള റെഡ് സീ കിടക്കുന്നത്. ഈ റെഡ് സീനെയും അതുപോലെ മെഡിറ്ററേനിയൻ സീനെയും കണക്ട് ചെയ്യുന്ന ഈജിപ്തിലൂടെ കടന്നു പോകുന്ന കനാലാണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ സദേൺ ഏരിയയിലായിട്ട് സുഡാന്, വെസ്റ്റേൺ ഏരിയയിലായിട്ട് ലിബിയ എന്നീ സ്ഥലങ്ങളുമായിട്ടാണ് ഈജിപ്തിന് അതിർത്തിയുള്ളത്. ഇനി അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഗതിയാണ് ഈ ഈജിപ്തിൻ്റെ സിനായ് പെനിൻസുലക്കും അതുപോലെ തന്നെ സൗദി അറേബ്യക്കും ഇസ്രായേലിനും ജോർദാനൊക്കെ ഇടയിൽ കിടക്കുന്ന ഈ വളരെ നാരോ ആയിട്ടുള്ള വീതി കുറഞ്ഞ ഈ ഒരു വാട്ടർ ബോഡിനെയാണ് ഗൾഫ് ഓഫ് അക്കബ എന്ന് വിളിക്കുന്നത്. ഗൾഫ് ഓഫ് അക്കബ. അപ്പോൾ ഈ വാട്ടർ ബോഡിയും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.